അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീൻ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഇന്ന് പ്രത്യേകിച്ച് പ്ലാൻസോ കാര്യങ്ങളോ ഒന്നുമില്ല, ക്ലാസ്സില്ല, വർക്കില്ല. ഇന്നലെ വർക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. അപ്പോൾ ഇന്ന് ക്ലാസ്സില്ല, വർക്കില്ല, ഒന്നുമില്ല. അപ്പം ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാനുള്ള ഒരു സംഭവമൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് വെളിയിലെങ്കിലും പോയിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കായിരുന്നു. പക്ഷെ ഞാൻ പുറത്തോട്ടും പോകുന്നില്ല. കാരണം വെച്ചാൽ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് ഇവിടെ നല്ല മഴ. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് കേൾക്കുന്നുണ്ട്, അത് ഇഗ്നോർ ചെയ്യും. കാരണം എന്ന് വെച്ചാൽ ഞാൻ കെറ്റിലിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് ഇങ്ങനെ വെച്ചേക്കുക, അതിൻ്റെ സൗണ്ടാണ്. അതിപ്പോൾ ബോയിലാവും. അപ്പം രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും ഓൾറെഡി ഞാൻ എഴുന്നേറ്റു. മോർണിംഗ് റൊട്ടീൻ എന്ന് പറയുമ്പോൾ ആദ്യം തൊട്ട് കാണിക്കണമെന്നുണ്ട്. പക്ഷേ എന്നെ പേഴ്സണലി അറിയാവുന്നവർക്കറിയാം, ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞ് എനിക്ക് പല്ല് തേക്കാതെ സംസാരിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കാണ്ട് ഒരു വീഡിയോ ഒന്നും എടുക്കുന്നത് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പല്ല് തേക്കുന്നൊരു ഡെമോ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ കുറേ ആയി വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ എനിക്കിന്ന് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഇന്ന് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആൾ പ്രിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയൊക്കെ സ്പെഷ്യൽ കുസീൻസൊക്കെയാണ്, എന്തൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തൊക്കെയൊക്കെ പേര് പറയുന്നത് കേട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കൊരു സർപ്രൈസാണ്. എന്നോട് ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് ചെന്നാൽ മതി, ഇപ്പോഴേ ചെല്ലണ്ടെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കും അറിയത്തില്ല എന്താണ് ആൾ ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസാണ്. നമുക്ക് ആ ടേബിളിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇന്ന് മോർണിംഗ് എന്ത് ഫുഡാണ് കഴിക്കുന്നത്, എന്ത് സർപ്രൈസാണ് എനിക്ക് കിട്ടിയത്, പിന്നെ എൻ്റെ റൊട്ടീൻ എന്തൊക്കെയാണ്, അതൊക്കെയാണ് പറയുന്നത്. നോർമലി ഞാൻ നേരത്തെ എഴുന്നേൽക്കാറുണ്ട്. ഒരു 4:30 വർക്കൊക്കെ ഉണ്ടെങ്കിൽ ഒരു 4:30 ടൈമിൽ എഴുന്നേക്കും, അല്ലെങ്കിൽ ഒരു 5:30-6 മണിക്കൊക്കെ എഴുന്നേക്കും. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ചു, എന്നിട്ട് ഞാൻ പിന്നെയും കിടന്നു. എന്നിട്ട് ഇന്നൂടെ എഴുന്നേറ്റ്, കാരണം ഇന്ന് വേറെ പണിയൊന്നുമില്ല. അപ്പോൾ എഴുന്നേറ്റ് അപ്പോഴാണ് ഞാൻ ഓർത്ത് ഓക്കെ എന്നാൽ ഒരു വീഡിയോ ചെയ്തേക്കാം. എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ ഇപ്പോൾ വീഡിയോ ചെയ്യാത്തതെന്നുള്ളത്. അപ്പോൾ ഒരു വീഡിയോയും കൂടെ ചെയ്തേക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് ഒട്ടും താമസിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. പിന്നെ ഞാനിങ്ങനെ ഫ്രണ്ട് ക്യാമറ വെച്ചേക്കുന്നത്, ഞാൻ എങ്ങോട്ടാണ് നോക്കണ്ടേ എന്നുള്ളത് ഇത്രയും നാളായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. അങ്ങോട്ട് നോക്കണോ ഇങ്ങോട്ട് നോക്കണോ എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും അതൊക്കെ ഇഗ്നോർ ചെയ്യും. അപ്പം നമ്മുടെ കെറ്റിലിൽ വെള്ളമൊക്കെ തളിച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. പുകയൊക്കെ വന്ന് തുടങ്ങി, ഇവിടെ ഫയർ അലാം അടിക്കും. അപ്പോൾ ഇവിടെ ജർമ്മനിയിൽ ഇങ്ങനെ കണ്ടോ, നമ്മളുടെ നാട്ടിലിങ്ങനെ പ്ലഗിൽ സ്വിച്ച് ഉണ്ടാവും. ഇവിടെ സ്വിച്ചില്ല, ജസ്റ്റ് പ്ലഗ് ചെയ്യുമ്പോൾ തന്നെ ഇതിങ്ങനെ ഓണാകും. അതാണ് ഇവിടുത്തെ സിസ്റ്റം. ഇത് എൻ്റെ ക്യൂട്ട് കെറ്റിൽ. അപ്പോൾ വെള്ളം തളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെൻ്റെ പ്രേമാറ്റ. ഞാൻ വലിയതല്ല, ചെറുതാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ഹായ്മിൻ്റെയാണ്, കുഞ്ഞു പ്രേമാറ്റ. അപ്പോൾ ഇവിടെ ഞാനിങ്ങനെ സെറ്റ് ചെയ്തേക്കാം. അപ്പം ഇത് കറക്റ്റ് നമ്മുടെ ആ ഒരു കിബിലയുടെ ഡയറക്ഷനാണ്. അപ്പോൾ ഡയറക്റ്റ് ഞാൻ ഇത് അങ്ങനെ ചവിട്ടാറൊന്നുമില്ല. ഇത് കുറച്ച് ക്ലീൻ ആയിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പ്രേയർ മാറ്റ് എടുത്തിട്ട് ഇവിടെ ഇട്ടിട്ട് അപ്പം കുറച്ച് ലോങ് എന്നിട്ട് ഇവിടെ നിന്നിട്ടാണ് നിസ്കരിക്കുന്നതൊക്കെ. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഈ വെള്ളം ഞാൻ കുറച്ച് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ തന്നെയാണ് ഇരിക്കുക. അതിപ്പം ഇത് ചൂടുവെള്ളം കുടിക്കുന്ന കപ്പ. ഇത് ഇവിടെ ആക്ഷൻ എന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നയാ. ആൻഡ് പിന്നെ എനിക്ക് വേറൊരു റൊട്ടീൻ ഉള്ളത് ഇത് കുറച്ച് തണുത്ത വെള്ളം കുടിക്കുന്ന, നോർമൽ വാട്ടർ കുടിക്കുന്ന കപ്പ. ഇതിലാണ് ഞാൻ മൾട്ടി വിറ്റാമിൻ ടാബ്ലറ്റ്സ് കഴിക്കുക. ഇത് ഹൈമിൻ്റെ പാവയാണ് ഞാൻ നാട്ടിൽ കൊണ്ടുവന്നത്. ഇത് കുറച്ച് റോസപ്പൂക്കളൊക്കെ ഞാനെടുത്തിങ്ങനെ ഡ്രൈ ഫ്ലവേഴ്സില്ലേ, ഇങ്ങനെ സ്മെല്ല് വരാൻ വേണ്ടിയിട്ട്. ഇതൊരു ജാമിൻ്റെ ബോട്ടിലാണ് അവിടെ കിടന്നപ്പോൾ ഞാൻ അതിനൊന്ന് കുറച്ച് ക്യൂട്ടാക്കി ഇവിടെ വെച്ചേക്കാം. ആൻഡ് ഇതെൻ്റെ കുഞ്ഞിലേ തൊട്ടുള്ള എൻ്റെ പാവയെ നാട്ടിൽ നിന്ന് ഞാൻ അയപ്പിച്ചതാണ്. ഫാമിലി. ഇതാണ് ഡോമിൻ്റെ പുറകിൽ നിന്നുള്ള വ്യൂ. കർട്ടന് കാണിച്ചുതരാം. ഇത് ഒരു പഴയ കർട്ടൻ കിട്ടിയതാണ്. അത് ഞാനിതിനെ കുറച്ചൊന്ന് എസ്തെറ്റിക്കൊക്കെ ആക്കി എടുത്തതാണ്. പുറകിൽ നിന്ന് കാണിച്ചുതരാം.
ഇപ്പോൾ പയ്യൊരു റൂം ടൂർ പോലെ ആകുന്നുണ്ട്. പക്ഷേ ഞാൻ റൂമൊന്നും ഫുള്ളായിട്ട് കാണിക്കുന്നില്ല. പക്ഷേ കുറച്ചും കൂടെയൊക്കെ എനിക്ക് റൂമിൽ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഞാനൊന്നും കാണിക്കുന്നില്ല. ഞാൻ ഒരു കൈ കൊണ്ട് എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, നോക്കട്ടെ. ഇങ്ങനെ വലിച്ച് ഓപ്പൺ ചെയ്യാം. കുറച്ച് വെട്ടം വലിച്ച് വെക്കട്ടെ. പിന്നെ ജർമ്മനിയിലെ വിൻഡോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിങ്ങനെ മുകളിലാക്കി കഴിഞ്ഞാൽ എത്ര ഓപ്പണാവും. അപ്പോൾ ആവശ്യത്തിനുള്ള കാറ്റ് കയറും. കണ്ടോ, ആവശ്യത്തിനുള്ള കാറ്റ് കയറും. മറ്റേ രീതിയിൽ ഓപ്പൺ ആക്കണമെങ്കിൽ കുറേ സാധനങ്ങൾ ഞാൻ മാറ്റണം. കണ്ടോ കണ്ടോ, ഇങ്ങനെ ഓപ്പൺ ആക്കാം. ഓക്കെ, അപ്പം ഞാൻ ഫസ്റ്റ് എഴുന്നേറ്റ ഉടനെ കുറച്ച് ചൂടുവെള്ളം കുടിക്കാറുണ്ട്. അതിന് ശേഷം എല്ലാ ദിവസവും മൾട്ടി വിറ്റമിൻ ടാബ്ലറ്റ്സ് എടുക്കാറുണ്ട്. അത് ഫുഡ് കഴിച്ചതിന് ശേഷമാണ് എടുക്കുന്നത്. എന്നാലും നമുക്കിപ്പം സമാധാനത്തിലിരുന്ന് വെള്ളം കുടിക്കാം. വെള്ളം സമാധാനത്തിൽ കുടിക്കാൻ. ഇത് ഓൾറെഡി കുറച്ച് തണുത്ത വെള്ളമാണ്. അപ്പോൾ ഇതിനെ ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റാം. നമുക്ക് ചൂടുവെള്ളമാണ് കുടിക്കണ്ടേ. ഇതൊക്കെ ചൂട്. ഇവിടെ നോർമലി ഇവിടെ എല്ലാവരും പൈപ്പ് വാട്ടേഴ്സ് കുടിക്കാറുണ്ട്. ഞാൻ പക്ഷേ എൻ്റെ റൂമിൽ ചൂടുവെള്ളം ചൂടാക്കിയാണ് കുടിക്കുക. നല്ല ചൂടാണ്. കുറച്ച് തണുക്കേണ്ടി വരും മിക്കവാറും. തിരിച്ച് അതിൻ്റെ സ്ഥലത്ത് വയ്ക്കാം. ഓക്കെ, നല്ലൊരു വ്യൂ ഒക്കെ കണ്ട് കുടിക്കാം. ഇവിടെ ഒരു ബാൽക്കണിയൊക്കെ ഉണ്ട് എനിക്ക്. അതൊക്കെ ഞാൻ അപ്പം പുകയൊക്കെ പറക്കുന്നുണ്ട്. ചൂടുവെള്ളം. നാട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ വെള്ളം കുടിക്കാണ്ട് യൂറിനൽ ഇൻഫെക്ഷനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര തണുപ്പാണ്. അപ്പം വെള്ളം കൂടി നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട് വരും എന്ന് വിചാരിച്ചാൽ. എനിക്കിങ്ങനെ വയറുവേദന ഇടയ്ക്ക് എടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് വെള്ളം മാക്സിമം കുടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു ക്ലൈമറ്റിൽ നമുക്ക് വെള്ളമൊന്നും കുടിക്കാൻ തോന്നുന്നില്ല. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള, എനിക്ക് ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടോ, എൻ്റെ ക്യൂട്ട് സാധനങ്ങളൊക്കെ ഇങ്ങനത്തേലൊക്കെ വെള്ളം കാണുമ്പോൾ ഞാൻ പിന്നെയും കുടിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി എന്നെ തന്നെ ബൂസ്റ്റപ്പ് ചെയ്യാൻ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇത് യൂറോ ഷോപ്പിൽ നിന്നാണ്. ജർമ്മനിയിലുള്ളവർക്ക് വാങ്ങണമെങ്കിൽ ഇത് 2 യൂറോ ഉള്ളൂ. 2 യൂറോസിന് ഞാൻ വാങ്ങിയതാണ്. യൂറോ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. ഇത് വാങ്ങിയിട്ടുള്ളത് ഇവിടെ ഇതിൻ്റെ തന്നെ ഒരു ട്വിൻ സിസ്റ്ററിനെ പോലെ ചെയ്തിരിക്കുന്നുണ്ട്. രണ്ടിലും ഇങ്ങനെ ഗ്ലിറ്റേഴ്സ് ഉണ്ട്. ഇത് ഞാൻ ആക്ഷൻ എന്നാണ് വാങ്ങിയത്. നെതർലൻഡ്സിലുള്ള ആക്ഷൻ എന്നാണ് ഞാൻ വാങ്ങിയത്. ഇത് 1.something യൂറോ ആയിരുന്നു. നിയർലി 2 യൂറോ. പിന്നെ എനിക്ക് ഒരു സ്ട്രോയും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്താ, ഇത് ഗ്ലാസിൻ്റെ സ്ട്രോയാണ്. അപ്പോൾ ഇതുമായിട്ട് നന്നായിട്ട് മാച്ചാവും. ഇത് ഞാൻ എന്തോ ഒരു ജോബ് ഫെയറിന് പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ്. അപ്പം ചില സമയത്ത് ഒരുപാട് ചൂട് കുറഞ്ഞതിന് ഇങ്ങനെ സ്ട്രോയിൽ ഇട്ടൊക്കെ കുടിക്കാം. ഞാൻ എന്നെ തന്നെ ഓരോന്നൊക്കെ രീതിയിൽ വെള്ളം കുടിക്കാൻ വേണ്ടി ഇങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ വെള്ളം കുടിക്കാൻ മടിയുള്ളവർ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ക്യൂട്ട് സാധനങ്ങളൊക്കെ കണ്ട് അങ്ങനെ കുടിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയാണെങ്കിലും വാങ്ങിയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ വെള്ളമൊക്കെ കുടിക്കുക. വെള്ളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വെച്ചാൽ നമുക്ക് ഡീഹൈഡ്രേഷനൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ എന്നാലും ഈ വെള്ളമൊക്കെ ഒന്ന് ഞാൻ കുടിച്ച് തീർക്കട്ടെ. അപ്പോൾ എൻ്റെ മോർണിംഗ് റൊട്ടീൻ വീഡിയോ ആയതുകൊണ്ട് ഞാൻ ഓൾറെഡി പല്ലൊക്കെ തേച്ച് പോയി. എന്നാലും മോർണിംഗ് റൊട്ടീൻ അല്ലേ, ജസ്റ്റ് എൻ്റെ പല്ല് തേക്കുന്ന വീഡിയോ ഒന്നും ഞാൻ കാണിക്കില്ല. ഞാൻ ഓൾറെഡി തേച്ചു. എന്നാലും ഞാൻ എൻ്റെ ഒരു എന്താ പറയുക, പല്ല് തേക്കുന്ന ഒരു സ്പേസൊക്കെ കാണിച്ചു തരാം. ഇവിടെ ഞാൻ ജസ്റ്റ് ഹാൻഡ് സോപ്പ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഒരു കപ്പാണ്. ഇവിടെ ഗ്ലൂ വൈൻ ക്രിസ്മസ് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന കപ്പാണ്. ഞാൻ ഗ്ലൂ വൈനൊന്നും കുടിക്കില്ല, പക്ഷേ ഈ കപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ എടുത്ത് വെച്ചതാണ്. എനിക്ക് അല്ലാണ്ട് കിട്ടിയതാണ്. പിന്നെ ഇവിടെ 2 ബ്രഷ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് പല്ല് തേക്കാൻ. പിന്നെ നമ്മൾ കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇടുമല്ലോ. അപ്പോൾ ലിപ്സ്റ്റിക്കിനെ അന്ന് ഈ പിങ്ക് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് വേറെ കളറായിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ബ്ലാക്ക് ലിപ്സ്റ്റിക്ക് പല്ല് തേക്കാൻ, ലിപ്സ് തേക്കാൻ, ഇതിനെ പല്ല് തേക്കാൻ. എൻ്റെ നാട്ടിൽ ക്ലോസപ്പ് ഇത് കഴിയാറായി. ഞാൻ റീസ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ ക്ലോസപ്പ് അല്ല, ഞാൻ ക്ലോസപ്പാണ് ഫുൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ എൻ്റെ കുറച്ച് പ്രോഡക്ട്സ്, എപ്പോഴും യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോഡക്ട്സ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഐ ഡ്രോപ്സ്. എൻ്റെ കണ്ണ് ഭയങ്കര ഡ്രൈ ആണ്.
അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ എല്ലാ ദിവസവും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഈ ഒരു ഏരിയ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഫേസ് ടവലാണ്. ഇത് ഇവിടെ ഞാൻ നെതർലാൻഡ്സിൽ നിന്ന് വാങ്ങിയതാണ്, ആക്ഷനിൽ നിന്ന് വാങ്ങിയതാണ്. അതായത് നമ്മളിങ്ങനെ കൈ ഇങ്ങനെ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മുഖം ഇങ്ങനെ, ഞാൻ ഈ പാർട്ടി ഉപയോഗിക്കത്തില്ല. കാരണം വെച്ചാൽ വെള്ള ഇപ്പം നമ്മൾ ഐലൈനറൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ ഐലൈനറൊക്കെ പറ്റുമല്ലോ. അപ്പം അതിനെ നശിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ പിന്നെ ഈ കൈ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ തുടയ്ക്കാം. ഇത് കൈയും മുഖവും മാത്രം തുടയ്ക്കുന്നതാ. പിന്നെ ഇതിൻ്റെ കൂടെ വേറെയും കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ലൂഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു ബാസ്ക്കറ്റ്. അപ്പോൾ രാവിലെ പല്ല് തേച്ച് കഴിയുമ്പോൾ ഇത് ആക്ച്വലി ഇതിൻ്റെ ബ്രഷ് ഇത് കണ്ടോ, ഈ ബ്രഷ് ഫുള്ള് വുഡനായിരുന്നു. അപ്പോൾ ഇങ്ങനെ പല്ല് തേച്ചിട്ട് ഇങ്ങനെ ഇത് വെക്കുമ്പോൾ വെള്ളം ഇതിൽ കൂടെ പോവില്ലല്ലോ, ഈ കപ്പിൽ നിന്ന് പോവില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് താഴെ ഒരുമാതിരി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ ഇത് പെയിൻ്റ് അടിച്ചതാണ്. അപ്പോൾ ഞാനിപ്പോൾ പല്ല് തേച്ചിട്ട് ഇതിങ്ങനെ വെക്കും. വെള്ളം പോയി കഴിഞ്ഞതിന് ശേഷം ഇതിൽ വെക്കും. ഇതൊക്കെയാണ്. ഓക്കെ, പിന്നെ എൻ്റെ ഈ ഒരു ഏരിയ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് ബാത്തിങ് ടവൽ, ഇതിൻ്റെ ഹെയർ ടവൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷേ ഇത് ഡയറക്റ്റ്ലി ഒരു ഹോം ടൂർ പോലെ ആകുന്നുണ്ട്. ഹോം ടൂർ ഞാൻ വേറെ തന്നെ വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ പല്ലൊക്കെ തേച്ച് ഇതാണ് എൻ്റെ റൊട്ടീൻ. പിന്നെ ഞാൻ റോസ്മേരി വാട്ടർ യൂസ് ചെയ്യാറുണ്ട്. അത് കഴിയാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് വാങ്ങിയിട്ട് അത് ആക്കിയിട്ട് ഇത് റീഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഇതൊക്കെ നാട്ടിൽ നിന്ന് വാങ്ങിയതാണ്. സ്ട്രീക്സിൻ്റെ ഒരു ഹെയർ സെറം ഉണ്ട്. പിന്നെ ഗ്ലോൻ്റെ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഒരു ഭയങ്കര ആക്നെ പ്രോൺ സ്കിൻ ആയതുകൊണ്ട് ഫുൾ കണ്ട് കുരുവൊക്കെ വന്ന്, അതുകൊണ്ട് ഞാൻ കുറേ ഇപ്പം ഡെലിവറി കഴിഞ്ഞതിന് ശേഷം തൊട്ട് ഞാൻ ഗ്ലോൻ്റെ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ഫസ്റ്റ് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് പോയി വെള്ളം കുടിക്കും. അപ്പോൾ ഫുഡൊക്കെ റെഡിയായി എന്ന് പറഞ്ഞ ഫ്രണ്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ പോയി ഫുഡ് എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്നുള്ളത് നമുക്ക് സർപ്രൈസ് ആവാം. പിന്നെ അതേ നല്ല മഴയുണ്ട് ഇവിടെ, ഞാൻ മഴയും കൂടെ കാണിച്ചു തരാം. ഇന്ന് January 25, 2025 ആണ്. അപ്പോൾ ഇന്ന് മോർണിംഗ് ആണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇന്ന് ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും എഡിറ്റ് ചെയ്തിട്ട് ഞാനിത് അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് തന്നെ എനിക്ക് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, കാരണം വെച്ചാൽ ഇന്ന് വേറെ പണിയൊന്നുമില്ല. വീഡിയോ എടുക്കുക, മോർണിംഗ് റൊട്ടീൻ വീഡിയോ എടുക്കുക, ഉച്ചയ്ക്ക് മുന്നായിട്ട് എഡിറ്റ് ചെയ്യുക, അത് അപ്ലോഡ് ചെയ്യുക. അപ്പം ഞാൻ മഴയും കൂടെ കാണിച്ചു തരാം. ജസ്റ്റ് കണ്ടോ, മഴ കാണാമോ? നല്ല മഴ. അത് സൂര്യനല്ല, അതിൻ്റെ റൂമിലെ ലൈറ്റാണ്. നല്ല മഴ പെയ്യുന്നുണ്ട്. അതാണ് ഞങ്ങളുടെ സ്റ്റുഡൻറ്റോ. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും ഞാൻ സ്റ്റുഡൻറ്റ് ഹോമിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് കിച്ചണൊക്കെ വരുന്നത് കോമൺ ആണ്. 8 ആൾക്ക് കോമൺ ആയിട്ടുള്ള കിച്ചണാണ്. അപ്പം നമുക്ക് റൂമിലല്ല കുക്ക് ചെയ്യുന്നത്. സോ നൈസ്. ലൈറ്റ് ഇട്ട് തന്നിരിക്കുന്ന ആ കുട്ടി. അപ്പോൾ she never wants someone to get afraid. That's why she just turn on the light. എൻ്റെ ഫ്രണ്ട് വന്നിട്ട് ഇവിടെ പേടിപ്പിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഓക്കെ, എൻ്റെ ഫ്രണ്ട്സിന് ആരെയും ഞാനിന്ന് വീഡിയോയിൽ കാണിക്കുന്നില്ല. ബിക്കോസ് ദേ ആർ നോട്ട് കംഫർട്ടബിൾ വിത്ത്, അവർ കാണിക്കുന്നതിൽ കംഫർട്ടബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് അവരാരെയും കാണിക്കില്ല. ഞാൻ ജസ്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെ മാത്രമേ കാണിക്കുള്ളൂ. അതെ. സോ 8 ആൾക്ക് കിച്ചൺ കോമൺ ആണ്. അപ്പം കോമൺ ആയിട്ടുള്ള കിച്ചണിൽ നമ്മൾ ഫുഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ പോയിട്ടായിരിക്കും നമ്മൾ ഫുഡ് കഴിക്കുക. ഓക്കെ, this is tamagoyaki. What? Tamagoyaki. Yeah. Okay. It's a Japanese way to fry eggs. Japanese way to fry eggs. Okay then. Yeah. This is udon. Yeah. It's famous. Yeah. And this are pancakes. Pancakes with honey. With butter honey. Okay, and this is the 4th recipe. This is dessert. Dessert with Yogurt. Yogurt and with red fruits. This is the chocolate from. Blueberries and Yeah. chocolate from. Okay. They give me yesterday. And coffee. Tea. Moroccan Lemon tea. tea. Lemon tea. Wow.
I'll go there because I want that cup. You will see something. I see. No. This one. No. Why you should go there? Because cup is there. Something different than everywhere else. Something different. Because of that cup. Oh, okay. That cup. No. I can't find anything. Oh, it's the shape of snow. No. What? I don't know. What? Bro, recognize the difference between. അവൻ പറയുന്നില്ല എന്തോ ഒരു ഡിഫറൻസ് ഉണ്ട് എന്ന്. Beside the cups, something not common between. Beside the cups. എന്തോ ഒരു ഡിഫറൻസ് ഉണ്ട്. Like there is some difference. The I like penguins hair. are a little bit more shiny. This is not shiny. അല്ല ബട്ട് ദിസ് ഏതൊരു ഷേപ്പ് ഇല്ലേ സ്റ്റോണിന്റെ സ്നോ കാ ഷേപ്പ് ജैसा. It's not about that. It is very nice. There is Small. There is more in that. No, they're the same. Dates. Sushi. This is sushi. There is something there. Black. This is black folds, and here it is silver. Okay, another one, another difference. Oh, it's like this one. No, It's kept beautifully. no. Allah. I'm sorry, I can't find it. Color of this plate compared to this plate. Oh, this is pink. Oh, okay. Color of this. Wow. No, I can't. But it's not like pink. Yeah. Baby. Baby pink. Okay, this is baby pink. അതുകൊണ്ട് എനിക്ക് തന്നെയായിരുന്നു ഇതുള്ളത് കൊണ്ട്. ഓക്കെ, അപ്പം ഫുഡ് എന്തായാലും കഴിക്കാം. അപ്പം അവൻ പറയുന്നത് ഈ നോട്ട് ഇതെന്തോ ജപ്പാനീസ് നോട്ടാണെന്ന് തോന്നുന്നു. ഈ നോട്ട് വായിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഫുഡ് കഴിക്കാൻ തുടങ്ങാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് കഴിക്കാം. ഇത് ജാപ്പനീസ് ആണ്, ഇത് പുഡിംഗ് ആണ്, ഇതൊക്കെ ഇത് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഇതെൻ്റെ പെട്ടെന്നുള്ളൊരു ക്യുക്ക് ഒരു ബാൽക്കണി വ്യൂ ആണ്. ഇവിടെ നിന്ന് കഴിക്കാൻ വേണ്ടിയ പ്ലാനറ്റ്, പക്ഷെ പെട്ടെന്ന് ഭയങ്കര തണുപ്പായതുകൊണ്ട് എല്ലാം മാറ്റി. Please. Okay, from where should I start? Please teach us Yes. how should we eat How it, should we because start? the First we have to read this note. I know. What is this? Note. N-O-T-E. Oh. We have to read this mat. So cute. That's why I told you. Video is. I'm gonna record this. Yeah. How to start this? Show me. Show me. You take the knife first with right hand. Right hand. Yeah. Oh, there like for hands or like this hand we have to take Yeah. it. And Okay. you stuck it like that, Stuck it like that. and you cut. You cut like that. Yeah. You cut. It's a button. You cut it. Okay. Cut it like that. Knots. Then, Bismillah. oh, Bismillah. Bismillah. Then you cut. Wow. Wow. Really good. It's really good. It's really good, Omar. It's Japanese, Oh, which is Japanese? Oh, this is Japanese. French, French. This is French. Oh, it is USA. Where is USA? This is US. French made in Morocco. This is French. Hmm? These pancakes are French. I don't know. The packet came from like UK, I think. Originate from Medieval UK. UK pancake. Oh, it's really good. Wow. His breakfasts are the most aesthetic breakfast. So good.
And we can't make aesthetic breakfast from Kerala. Our breakfast is like dip the hands in oil. non bread. Omelette. Omelette is like very normal. Like when you don't have anything, your mood is like, okay, let's make something quick. Then we have omelette. Otherwise, Wow. Two coffee. Yeah, we can mix Yeah, it. yeah. Okay, we can mix it. It's okay. without tuna fish. You have It's no, it's just eggs. with the eggs, carrots, Tuna fish. onion, and Tuna fish. Octopus. Wow. Prawn. Wow. Can I ask you one question? How much egg you eat? Guys, I can only eat one egg for one day. Just 4. for it. No more? No less. No more, no less. You have to dip it. Dip it? Yeah. In sauce. Wow. Really good. Oh, you just take out the seeds also. So kind. No, we will get this type of from market. You bought it like that? No, he just took it. He took it like You cut it? Ah, okay. We had. We can buy it from market also. that. No, but in market we'll get nuts filled in it. No. Yeah, it's just No. like that. It's really good. Cashew nuts or almonds. Yeah. It's really good. Uh-huh. Shake it. That sound. എന്നെ ബോഡി ഷെയിം ചെയ്യാണ് ഗൈസ്. എനിക്ക് വണ്ണം കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ഞാൻ കുലിക്കുന്ന സൗണ്ട് കേൾക്കുന്നത്. ഇത് ഈ സോസായിട്ടാണ് കഴിക്കുക. You? Yeah. Carrot meal. You just unsubscribe me. I will just have some legal issues. I will just contact. Like this. My dad used to bring powder for this and just make out of powder. Milk. It's really good. The best. The best. Wow. I love pudding. Puddings are my favorite. Mm-hmm. Really good. I will try this also. Please. It's okay? I already had this. ഇത് 5 ആയിരിക്കണം അല്ലെങ്കിൽ 6 ആയിരിക്കണം. 1 2 3 4 5 5 അല്ലെങ്കിൽ 6. നോ മോർ നോ ലെസ്. അതാണ് ഇത് ഉണ്ടാക്കുന്നത്. പാറ്റന്റ് കുറച്ച് ബാക്ക്ഗ്രൗണ്ട്. ഈ ബിസ്ക്കറ്റ് കണ്ടിട്ട് മലയാളീസ് പ്ലീസ് കമന്റ്. ഞാനിത് വേറെ ആയിട്ടാണ് വായിച്ചത്. My brain shaking.
ലെസ്ബിയൻ ബിസ്ക്കറ്റ് ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഈ ലെസ്ബിയൻ ബിസ്ക്കറ്റും ഡേറ്റ്സും ഷുഡ് ഹാവ് വിത്ത് ഈ മൊറോക്കൻ എന്താ ഈ ടീ ആൻഡ് ഇതെന്താ ഇത് ഒരു ഡെസേർട്ട്. ഓക്കെ, എല്ലാം ഏകദേശം കഴിയാറായിരിക്കും. ഞാൻ എന്താ പുഡിങ്, എൻ്റെ അമ്മ പൊളിയായിരുന്നു, പൊളി. ഇവിടെ ബാൽക്കണിയിൽ ഞാൻ കുറച്ച് റോസക്കമ്പ് നട്ടിട്ടുണ്ട്. ഇത് കിളുക്കെന്ന് വിചാരിക്കുന്നുണ്ട്, ഇലയൊക്കെ ചെറുതായിട്ട് വന്നു. ഇത് ബൊക്കെന്ന് ഞാൻ നട്ടത് 6 എണ്ണം ഉണ്ട്. വിട്ട് കിട്ടിയാൽ മതിയായിരുന്നു. ഐ വിൽ ടേക്ക് യു ഗൈസ്, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ട്യൂൺ. ഗുഡ് ബൈ.